ഗൈസ്, ഐ എം സഹല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി, എങ്ങനെ ഞാൻ 18 വയസ്സ് മുതൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തായിരുന്നു. അത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വർക്ക്സ് ഞാൻ ട്രൈ ചെയ്തു, എന്തൊക്കെ പാസീവ് ഇൻകം ഞാൻ ട്രൈ ചെയ്തു, സൈഡ് ആസിൽ ഞാൻ ട്രൈ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അതിൽ പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഏതൊക്കെ വർക്ക്സ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്കും വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ഹസിൽ ആയിക്കോട്ടെ, പാസീവ് ഇൻകം ആയിക്കോട്ടെ, ഞാൻ ചെയ്തിട്ടുണ്ട്. സൈഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി അതിൽ നമ്മുടെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ഒരു സൈഡ് ഹസിലാണ്. അത് നമുക്ക് ആക്റ്റീവ്ലി നമ്മൾ അതിൽ എഫേർട്ട് ഇടണം, എന്നാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. പക്ഷേ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം, ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം, യൂട്യൂബ് ചാനൽ ഒരു പാസീവ് ഇൻകം ആണ്. അത് നമ്മൾ ഒരു വീഡിയോ അതിലിട്ട് കഴിഞ്ഞാൽ ആ ടൈമിൽ ആ വീഡിയോ ഇടുന്നതിൻ്റെ എഫേർട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏണിങ്സ് വന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ടെംപ്ലേറ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഏണിങ്സ് കിട്ടും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 മെത്തേഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഒരിക്കലും നമുക്ക് റിഗ്രറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ പറ്റാത്തതോ ആയിട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തതോ ആയിട്ടുള്ള സ്ട്രഗിളിങ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഏണിങ്സ് ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്ക്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫ്രാങ്ക്ലി വിയർ. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് അതിൽ ഡൗട്ട്സും ഉണ്ടായിരുന്നു. അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഫ്രാങ്ക്ലി വിയർ ഞാൻ മെയിനായിട്ട് നല്ല എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പാസീവ് ഇൻകം മെത്തേഡായിരുന്നു, ഒരു വർക്കായിരുന്നു. അതായത് ഫ്രാങ്ക്ലി വിയർ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് ടീഷർട്ട്, ഹുഡീസ്, കപ്പ്, ടോട്ട് ബാഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബുക്സ്, പോസ്റ്റേഴ്സ്, ഇതൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഡിസൈൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഡിസൈൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഡിസൈൻസിന് നമുക്കൊരു പേയ്മെൻറ്റ് വെക്കാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര വെക്കാം. 100 ആയിക്കോട്ടെ, 150, 200, 300 അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ആ ഡിസൈൻസിന് നമ്മൾ വെക്കുന്ന പേയ്മെൻറ്റ് നമുക്കും കിട്ടും. ആ ടീഷർട്ടിൻ്റെ പേയ്മെൻറ്റ് അവരെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഫ്രാങ്ക്ലി വിയറിൻ്റെ ഒരു മെത്തേഡ്. ഞാൻ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് അത്യാവശ്യം ഞാൻ എഫേർട്ട് ഇട്ട രീതിക്കുള്ള പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം ഡിസൈനിങ്ങിൽ, ഇതിന് വലിയ ഡിസൈനർ ആവണം എന്നൊന്നുമില്ല. നമ്മളൊരു ടീഷർട്ട് കാണില്ലേ, അതിന് ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടാവും. അതന്നെ ആൾക്കാർ വാങ്ങാനുണ്ട്. സോ നമുക്ക് അങ്ങനെ ടെക്സ്റ്റ് മാത്രം കൊടുത്തിട്ടും ഡിസൈൻസ് സെല് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് പറയണില്ല. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ഡിസൈൻസ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ടീഷർട്ട് നിങ്ങൾ ഏതുമ്പോഴാണോ ആ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്, ആ ഡിസൈൻ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ടീഷർട്ട് ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഡിസൈനിങ് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കി മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അതിൻ്റെ പാക്കിങ്, സെല്ലിങ്, ഇതൊക്കെ അവർ തന്നെ ചെയ്യും. സോ നമുക്ക് അങ്ങനത്തെ ഒരു എഫേർട്ടും ഇല്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡിസൈൻസ് കൊടുത്താൽ മതി. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണിത്. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ഡിസൈന് ഒരു ടീഷർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ടീഷർട്ട് ഇഷ്ടമായിട്ട് ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പേയ്മെൻറ്റ് എത്രയാണോ അത് എത്ര ആൾക്കാർ വാങ്ങുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാസീവ് ഇൻകം കിട്ടാനുള്ള ഒരു സൈറ്റാണ് ഫ്രാങ്ക്ലി വിയറിങ്. ഇതൊരു ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സൈറ്റാണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒന്നാണ് ആമസോൺ KDP. ഇത് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. ആമസോൺ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണിത്. നമ്മുടെ കയ്യിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകളോ
കവിതകളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോവല്, കുക്കിങ്ങിന്റെ ബുക്സ് ആയിക്കോട്ടെ, അതായത് നമ്മൾ ഇൻഗ്രീഡിയൻസ് കൊടുത്ത് നമ്മൾ ചെയ്യില്ലേ, ഇപ്പം എന്താ പാചക വിദ്യകളോ അതിനൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമല്ലോ. അങ്ങനെ നമുക്ക് ബുക്സ് ഡിസൈൻ ചെയ്തിട്ട് അത് ആമസോൺ KDPയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത് അവർ നമുക്ക് തരും. പിന്നെ ആ ബാക്കി മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അതിന്റെ സെല്ലിംഗ് ആയിക്കോട്ടെ, അതിന്റെ വർക്കിനുള്ള പേയ്മെന്റ് മാത്രമേ അവരെടുക്കുള്ളൂ. സോ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ആമസോൺ അറിയാലോ, അത്രയും ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഏത് കൺട്രിയിലായിക്കോട്ടെ കൂടുതലും പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്ന ഒരു സൈറ്റാണ്. ആമസോൺ KDPനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. മെയിൻ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫിസിക്കൽ വേർഷൻ, അതായത് ബുക്സ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. ഫിസിക്കൽ വേർഷൻ, അതായത് നമ്മൾ കൊടുത്ത് പ്രിന്റ്, നമുക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, ഞാൻ ഡിസൈൻ ചെയ്ത ബുക്ക് എനിക്കൊന്ന് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നാൽ വാങ്ങാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾ പുറത്തുള്ള രാജ്യങ്ങൾ, ഒരു 8-9 രാജ്യങ്ങൾക്ക് തോന്നുന്നു അതിൽ ബുക്ക് സെല് ചെയ്യാൻ പറ്റും, അത്തരം രാജ്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബുക്കായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ബുക്സ് എഴുതുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഥകൾ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിൽ കൊടുത്താൽ പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പേയ്മെന്റ് കിട്ടും. പിന്നെ ഇതിൽ കഥ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ജേണലൊക്കെ ഉണ്ടാക്കാൻ എസ്തെറ്റിക്കലി കുറച്ചും കൂടി അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. സോ അങ്ങനെയും നിങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കി ഇതിൽ അപ്ലോഡ് ചെയ്യാം. കോമിക് ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള കളറിംഗ് ബുക്ക്, അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കുള്ള കളറിംഗ് ബുക്ക് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ മാത്സിൻ്റെ തന്നെ കുറച്ച് പാറ്റേൺസും വെച്ചിട്ട് ഗെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ ബുക്ക് നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ടും ആൾക്കാർക്ക് വാങ്ങണം എന്ന് തോന്നുന്ന രീതിയിലും ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ചും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ KDP ബെസ്റ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം നന്നായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസീവ് ഇൻകം മെത്തേഡാണ് ആമസോൺ KDP. അപ്പോൾ ആമസോൺ KDPയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബുക്സ് അപ്ലോഡ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ, പക്ഷേ ഇതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അറിയണത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇതിന് ഏർണിങ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ 1-2 ബുക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ടിരുന്ന് എന്തൊക്കെയാണ് ഓഡിയൻസിന് ആവശ്യം അങ്ങനെയൊക്കെ വിചാരിച്ച്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അതിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത്രയും എങ്ങനെയൊക്കെ ആ ഓഡിയൻസിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറുതായിട്ടൊരു മഴ തുടങ്ങുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റെക്കായി പോയി. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ആമസോൺ KDP ആയിക്കോട്ടെ, ഫ്രാങ്ക്ലി വിയറിംഗ് ആയിക്കോട്ടെ, രണ്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച സാധനങ്ങൾ നമുക്ക് ആൾക്കാർ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലോസ് സർക്കിൾ സെല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഇടാം, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏർണിങ്സ് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാർ വാങ്ങുമ്പോൾ അത് വീണ്ടും യൂട്യൂബ് മാതിരിയാണ്, നമ്മൾ കൂടുതൽ വ്യൂസ് കിട്ടുമ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടില്ല, പിന്നെ അതിന് കയറി വരുന്നു, അതുപോലെ കയറി വരും. സോ അങ്ങനെയാണ് ആമസോൺ KDPൻ്റെയും ഫ്രാങ്ക്ലി വിയറിൻ്റെയും കാര്യം. അപ്പോൾ ആമസോൺ KDP നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമുക്ക് ക്യാൻവയിൽ വരെ സാധനങ്ങൾ ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാൻവയിൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ആമസോൺ KDPയിൽ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ബുക്സ് വാങ്ങുന്നിടത്തോളം അനുസരിച്ച് നമുക്ക് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പാസീവ് ഇൻകം ഇതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇതാണ് എനിക്ക് തീരെ വർക്കാവാത്തത്. ഒന്നാമത് എനിക്കത് വലിയ താല്പര്യവും ഇല്ലേനും, അതുകൊണ്ടാവാം ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടില്ല. പക്ഷേ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റ്, അത് ആ ലിങ്കിലൂടെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. ചില സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യും അവർ ഷോർട്സിലൂടെ ഒക്കെ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്ക് വഴി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ അവർക്ക് കിട്ടും. അങ്ങനെയാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇതിന് അത്യാവശ്യം ഓഡിയൻസ് വേണം. നമുക്കൊരു വാട്സപ്പിൽ ഒരു 500-1000 ആൾക്കാരുണ്ടെങ്കിൽ ആ 1000 ആൾക്കാരും
വാങ്ങണം എന്നില്ല നമ്മൾ കൊടുക്കുന്ന സാധനം. സോ ഇതിനൊരു വലിയൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതും നല്ല നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ബെറ്റർ ഓപ്ഷനാണ്. ഇതിന് ഇനി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ, യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഓൾറെഡി ഓഡിയൻസ് ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗും ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതിന് എനിക്കൊന്നും കിട്ടില്ല, കാരണം ഞാൻ കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ്, അല്ലാതെ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. സോ അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മൂന്നാമത് ചെയ്ത ഒരു പാസീവ് ഇൻകം ആയിരുന്നു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പം അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ, അതാണ് യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ ഞാൻ കൂടുതൽ ഇതിലെല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു സാധനമാണ് യൂട്യൂബ് ചാനൽ. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ എഫേർട്ട് ഇട്ടുന്ന ടൈമിൽ നല്ല എഫേർട്ട് ഇട്ടിട്ടേ ചെയ്യും. പക്ഷെ ഈ ഐലാൻഡ് എത്താൻ കുറച്ച് മടിയാണ് എനിക്ക് ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. യൂട്യൂബ് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. അതിപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കും അതിന് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ ടൈമും എഫേർട്ടും ഇട്ടാൽ മതി. അപ്പോൾ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് യൂട്യൂബ്. യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളിനിപ്പോൾ ഫ്രാങ്ക്ലി വേറെങ്കിലും ടീഷർട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അതുവൈസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആമസോൺ KDPന്ന് നിങ്ങൾ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അത് ചെയ്യാത്തവർ ചെയ്തു തുടങ്ങുക. നമ്മൾ വലിയ സംഭവമാക്കണം എന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെ കഴിയുന്ന ആ രീതിക്ക് ചെയ്യുക. പിന്നെ ആരും പറയണ്ട യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറുതെ സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ പറയണ്ട. നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോ. കാരണം യൂട്യൂബ് വഴി ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തോന്നണം നല്ല കൂടുതൽ നമ്മൾ എഫേർട്ട് ഇട്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇടാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏണിങ്സ് ഒന്നല്ല വെറുതെ തുടങ്ങിയതാന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ നിങ്ങളെ കഴിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ക്ലിക്കായേക്കാം. സോ ഏണിങ്സ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് നല്ല മടിയാണ്, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് കുറച്ച് മുന്നേ 1000 സബ്സ്ക്രൈബേഴ്സായി. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതന്നെ എത്തിപ്പെടാൻ കേട്ട പാടൊക്കെ അറിയുള്ളൂ. സോ യൂട്യൂബ് നല്ലൊരു ഓപ്ഷനാണ്, അത് ട്രൈ ചെയ്ത് നോക്കുക. യൂട്യൂബ് ഞാനിങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല. നമ്മൾ ഏണിങ്സിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പണിയെടുക്കണം. സ്ക്രിപ്റ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, തമ്പനെയിൽ ഉണ്ടാക്കണം, പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടെത്തണം, ടൈറ്റിൽ കണ്ടെത്തണം. ഇതൊക്കെ കണ്ടെത്തി ഒരു പരുവാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ തന്നെ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. കാരണം ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഔട്ട് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ സാധനം കാരണം ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക. അതുകൊണ്ട് എനിക്ക് എന്താ നടക്കുന്നത് ചിലപ്പോൾ പ്ലേ ആയണമെന്ന് പോലും ഞാൻ ചിലപ്പോൾ അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്ത ടൈമുണ്ട്. അപ്പോൾ ബാക്ക് ക്യാമറയിൽ ഞാൻ ക്വാളിറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ റിംഗ് ലൈറ്റിൻ്റെ സാധനം കണ്ണിൽ വന്നിട്ട് അതിനൊരു ഐ കോണ്ടാക്റ്റിങ് സാധനം കിട്ടാത്തതുകൊണ്ട് ഞാനത് മൊത്തം ഒഴിവാക്കി പിന്നെ റീഷൂട്ട് ചെയ്തു പിറ്റേ ദിവസം. അങ്ങനെയൊക്കെ സംഭവിക്കും. ഭയങ്കര ചില സമയത്ത് നമുക്ക് വിരാന്ത് പിടിക്കും. പക്ഷേ പിന്നെ തോന്നും ഓക്കെ കൂൾ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യും. പിന്നെ യൂട്യൂബ് ഈസി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഈസി അല്ല. നമ്മൾ അത്യാവശ്യം പണിയെടുക്കണം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പാസീവ് ഇൻകത്തിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു നീഷ് കണ്ടെത്തുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും പാസീവ് ഇൻകം മെത്തേഡ്സ് ആണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സൈഡ് ഹസിൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സൈഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി അതിൽ പണിയെടുത്തോണ്ടേ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. അതാണ് സൈഡ് ഹസിൽ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിരുന്ന ഒരു സൈഡ് ഹസിൽ എന്ന് പറയുന്നത് ഫ്രീലാൻസ് ആണ്. ആദ്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഞാൻ അത്യാവശ്യം ഓക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു ഫ്രീലാൻസിങ്. അപ്പം നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് ആയിക്കോട്ടെ, വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് നല്ല നല്ല ക്ലയൻസ് കിട്ടാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഫ്രീലാൻസിങ്. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഒന്നും ഇല്ലാത്ത സമയത്ത്, അതായത് എൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ല, സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീലാൻസിങ് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും
ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നല്ല ക്ലയൻറ്റിനെയും കിട്ടും, നല്ല ഫ്രീലാൻസിങ് വർക്ക്സ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഫ്രീലാൻസിങ്ങിൽ വരുന്നത്. സോ അതാണ് ഞാൻ സൈഡ് ഹാസിലായിട്ട് ചെയ്ത ഒന്ന്. പിന്നെ ഞാൻ ചെയ്ത ഒരു സൈഡ് ഹാസിലാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ജേർണിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരുന്നു. നിങ്ങൾക്ക് അത് കണ്ടുനോക്കണമെങ്കിൽ കണ്ടുനോക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തി, എങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് എന്തൊക്കെ അച്ചീവ് ചെയ്തു, ഫോട്ടോഗ്രാഫി കാരണം എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി, ഇതൊക്കെ ഞാൻ എന്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടായി, ഇതൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടുനോക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഞാൻ ചെയ്തൊരു സൈഡ് ഹാസിൽ പിന്നെ വരുന്നത്. ഫോട്ടോഗ്രാഫി ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടതും എന്നാൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻകം കിട്ടിയതും എന്നാൽ എൻ്റെ പാഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്കിലൊന്നായിരുന്നു ഫോട്ടോഗ്രാഫി. സോ ഫോട്ടോഗ്രാഫി പോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എനിക്ക് ഫോട്ടോഗ്രാഫി ആയിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും സൈഡ് ഹസിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പാസീവ് ഇൻകം ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആക്കി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. പിന്നെ ഫ്രീലാൻസിങ്ങും അതിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഫ്രീലാൻസിങ് നിങ്ങൾ ആക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പാസീവ് ഇൻകം ആയാൽ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. പക്ഷേ രണ്ടും ഹാർഡ് വർക്കിംഗ് ഉണ്ട്, എഫേർട്ട് ഉണ്ട്, അതിടണം. സോ ഇത്രയും വർക്ക്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുസരിച്ച് വീഡിയോ ചെയ്തുതരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഇത്രയും കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യാനും കുഴപ്പമില്ലാത്ത രീതിയിൽ ജോബ് ചെയ്യാനും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തതും ഒക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ്. ഇപ്പം എനിക്ക് 23 വയസ്സാണ്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എൻ്റെ എല്ലാ കാര്യങ്ങളും A to Z ഞാൻ തന്നെയാണ് നോക്കുന്നത്. സോ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ട് റിഗ്രറ്റ് തോന്നാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞ പാസീവ് ഇൻകമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആയ കാലത്ത് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു എടങ്ങേറുണ്ടാവണ്ട. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ട്രൈ ചെയ്യുക. കുറേ കഴിയുമ്പോൾ തിരിഞ്ഞ് നിന്ന് ആലോചിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്തു എന്നെങ്കിലും പറയാം. അപ്പോൾ റിഗ്രറ്റ് ഒരിക്കലും വരാൻ നമ്മൾ സമ്മതിക്കരുത്. സോ റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ അത് മതി. എനിക്ക് ആവശ്യമായിരുന്നു എൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എല്ലാ വഴിക്കും ശ്രമിച്ചത് എൻ്റെ ആവശ്യം ആയതുകൊണ്ടാണ്. എനിക്ക് കുറേ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷമാണ് ഹാപ്പി ആയിട്ട് അച്ചീവ് ചെയ്തതെന്ന് പറയാം. അതായത് എനിക്ക് ട്രിപ്പ് പോകാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ട്രിപ്പ് പോയതും, വലുത് എന്ന് പറയാൻ പറ്റൂല, അത്യാവശ്യം എന്നെ സംബന്ധിച്ച് വലുതാണ്. അങ്ങനെ ട്രിപ്പ് പോയത് ചിത്കുള് വരെ ഞാൻ ട്രിപ്പ് പോയിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഒറ്റയ്ക്ക് ഫുൾ ചിത്കുള് ഷിംല ആ ടൈമിൽ. അപ്പോൾ അതൊരു ഭയങ്കര വൈബായിട്ടുള്ളൊരു ട്രാവലിംഗ് തന്നെയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഈ ചേക്കൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ചിത്കുളിലെത്തി, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, കുറേ സംഭവങ്ങളുണ്ടായി, കുറേ ഇൻസിഡൻസ് കണ്ടു. അങ്ങനെയൊക്കെ നമ്മൾ ചൈന ബോർഡറൊക്കെ കണ്ടു. അതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ്. സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരോടും പൈസ വയ്ക്കേണ്ട ആവശ്യമില്ല. കാശ്മീർ പോയി ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിലും റിഗ്രറ്റ് തോന്നാതിരിക്കണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കെങ്കിലും ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.